Hi students, second year +2 second year business studiesലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അതിൽ പ്ലാനിങ് നിങ്ങൾക്കറിയാം, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഒരു ബിസിനസ് മാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി തയ്യാറാക്കുന്ന ആ തിങ്കിങ് ഓർ മെൻ്റൽ പ്രോസസ്സ്, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഓർഗനൈസിങ്, ആ പ്ലാൻ പ്രകാരമുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു സ്ഥാപനത്തെ നിലവിൽ കൊണ്ടുവരിക, അതാണ് ഓർഗനൈസിങ്. ആ ഓർഗനൈസിങ് കഴിയുന്നതോടുകൂടി അവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും? ജോബ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ജോബ് പൊസിഷൻസിലേക്ക് വേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ, ഫിക്സിംഗ് റൈറ്റ് പേഴ്സൺ ഓൺ ദി റൈറ്റ് ജോബ്. അപ്പോൾ ഈ 3 ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കും ഒരു സ്ഥാപനം നിലവിൽ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എംപ്ലോയീസൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണോ ആ സ്ഥാപനം തുടങ്ങിയത്, അതിൻ്റെ യഥാർത്ഥ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അതിലെ യഥാർത്ഥ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് ആരംഭിക്കുന്നത് ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലൂടെയാണ്. അപ്പോൾ നമുക്ക് പറയാം, ദീസ് 3 ഫംഗ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ്, ആർ പ്രിപ്പറേറ്ററി ഫംഗ്ഷൻ. ആക്ച്വൽ വർക്ക് ഈസ് സ്റ്റാർട്ട് ഓർ ആക്ച്വൽ വർക്ക്, എന്താണോ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനം, അത് തുടങ്ങുന്നത് എവിടെ തൊട്ടിട്ട് മാത്രമാണ്? ഡയറക്റ്റിംഗ് ഓൺവേർഡ്സ് ആണ്. അപ്പോൾ ഇനി അത് മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ഡയറക്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റിംഗ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ കുറച്ച് കൂടുതൽ കണ്ടന്റ് ഉള്ള ടോപ്പിക്കുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഇതെല്ലാം ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിളുകൾ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇനി ഡയറക്റ്റിംഗ് എന്താണ്? ഡയറക്റ്റിംഗ് അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഏതൊരു ബിസിനസ് സ്ഥാപനം നിങ്ങളെ മെമ്മറിയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഒരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയെന്ന് വിചാരിക്കുക. നിങ്ങൾ കയറി ഒരു ടേബിൾ സീറ്റ് എടുക്കുമ്പോഴേക്കും ക്യാഷ് കൗണ്ടർ, ഒരു ഹോട്ടലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ മാനേജർ കം സൂപ്പർവൈസറും പിന്നെ ആര് തന്നെ ആയിരിക്കും? ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. അയാൾ ഉടനെ സപ്ലയറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ടേബിളിൽ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് വേണ്ടത് കൊടുക്കൂ. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റിംഗ്. അതാണ് ആ ഡയറക്ഷൻ കിട്ടുന്നതോടുകൂടി അവിടേക്ക് സപ്ലയേഴ്സ് എത്തുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് നിങ്ങൾക്ക് സെർവ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ വലിയൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോയുക. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തുണിയെടുക്കാനാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ ഡോർ തുറന്ന് കയറുമ്പോഴേ അവിടെ നിങ്ങൾ സ്വീകരിക്കാൻ ആൾ നിർത്തിയിട്ടുണ്ടായിരിക്കും. ആ ആള് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ കിഡ്സ് വെയർ അല്ലെങ്കിൽ ലേഡീസ്. അപ്പോൾ മൾട്ടി ലെവലുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്ഷൻ കിട്ടുകയാണ്, എന്ത്? 3ാമത്തെ നിലയിലേക്ക് പോകും. അപ്പോൾ 3ാമത്തെ നിലയിൽ നിങ്ങൾ കയറുമ്പോൾ അവിടെ ഒരു ഫ്ലോർ മാനേജർ നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ഫ്ലോർ മാനേജർ നിങ്ങൾ കാണുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ഇന്നതാണെന്ന് പറയുമ്പോഴേക്കും ആ ഫ്ലോർ മാനേജർ അതിന് വേണ്ട അവിടെ ഒരു സെയിൽസ് ഗേളിനെയോ അല്ലെങ്കിൽ സെയിൽസ്മാനെയോ നിങ്ങളെ പറഞ്ഞേൽപ്പിക്കും, ഇവർക്ക് വേണ്ടത് എടുത്തു കൊടുക്കൂ എന്ന് ആ ജോലിക്കാരനോട് ആ ഫ്ലോർ മാനേജർ പറയുന്നു. അതാണ് ആ സ്ഥാപനത്തിൽ എന്ത്? അങ്ങനെ ഡയറക്റ്റിംഗ്. അപ്പോൾ ആ സ്ഥാപനത്തിലെ മുകൾ തട്ടിൽ നിന്ന് ഓരോരുത്തർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ആ നിർദ്ദേശത്തിനായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നതായിരിക്കുക? പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡയറക്റ്റിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ ആ സിനിമ അവിടെ ഡയറക്ടർ, നിങ്ങൾ ആ വാക്കാണ് ഉപയോഗിക്കുക, സംവിധായകൻ. അയാൾ പറയുന്നതിനനുസരിച്ചാണ് അവിടുത്തെ നടന്മാർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അതെല്ലാം കൂടി കോർത്തിണക്കി ഒരു സിനിമയാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു.
ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അവിടെ ഒരുപാട് എംപ്ലോയീസ് തിരക്കിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരിക്കും. അത്ര സിമെന്റ്, അത്ര മെറ്റൽ, അത് ഇന്ന ആളുകൾ ഏറ്റിക്കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു ഹറിബറി സിറ്റുവേഷൻ. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു മാരേജ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ, അവിടെയും ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഒരാളുണ്ടായിരിക്കും. അയാളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ബാക്കിയുള്ളവർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കുക. യഥാർത്ഥത്തിൽ ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ബിസിനസ്സിന്റെ മാത്രം, നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിലെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റിങ്ങിനെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ നോക്കൂ, ഇൻ ദി ഓർഡിനറി സെൻസ് ഡയറക്റ്റിംഗ് മീൻസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡിങ് പീപ്പിൾ ഇൻ ഡൂയിങ് വർക്ക്. നോക്കൂ, ഓർഡിനറി സെൻസ്, സാധാരണ രീതിയിൽ ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുക, ആൻഡ് ഗൈഡിങ് പീപ്പിൾ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗൈഡൻസ്, വഴികാട്ടിയായിട്ട്. എന്തിന്? ഇൻ ഡൂയിങ് വർക്ക്. അവരെന്ത് ജോലിയാണോ ചെയ്യുന്നതെങ്കിൽ ആ ജോലി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശവും അവരെ അതിലേക്കുള്ള എന്താ പറയുക ഒരു വഴികാട്ടലും, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ്, ഇനി അത് മാനേജ്മെന്റ് കോണ്ടെക്സ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിലോ, ഡയറക്റ്റിംഗ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നോക്കൂ, അത് കുറച്ചുകൂടി അർത്ഥവത്തായിട്ട് മാറുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിലേക്ക് ആ സ്ഥാപനത്തിലെ വ്യക്തികളെ ലീഡിങ്, നയിക്കുക, മോട്ടിവേറ്റിംഗ്, അവരെ പ്രചോദിപ്പിക്കുക, കൗൺസിലിംഗ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഗൈഡൻസ്, ദാറ്റ് ഈസ് ഗൈഡിങ്, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്റ്റിംഗ്, നിർദ്ദേശങ്ങൾ, ഇതെല്ലാം കൊടുക്കുന്ന പ്രക്രിയ, ഈ പറയുന്ന പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയാം. ഇൻ സിമ്പിൾ നമുക്ക് എന്ത് പറയാം, ജോലിക്കാർക്ക് നിർദ്ദേശവും നൽകിക്കൊണ്ട്, അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട്, അവരെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്തുകൊണ്ട്, അവർക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ ജോബ് അക്കംപ്ലിഷ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റിംഗ്, അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ആർ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ്. ഡയറക്റ്റിംഗ് ഓൺവേർഡ്സ് ദ ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് സ്റ്റാർട്ടഡ്. അപ്പോൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും പ്രിപ്പറേറ്ററി ഫംഗ്ഷനാണ്. ഡയറക്റ്റിംഗ് തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തിലെ യഥാർത്ഥ വർക്ക് എന്താണോ അത് നടക്കുന്നത്. അപ്പോൾ ഡയറക്റ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തിട്ട്, ഏതെങ്കിലും വേർ ദർ ഈസ് 2 or more person having same objectives and where there is superior subordinate relationship exists, there is in need of directing. എവിടൊക്കെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പും ആൻഡ് ഹാവിങ് എ കോമൺ ഒബ്ജക്റ്റീവ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യവുമുണ്ടോ, അവിടെ എന്തുണ്ടായിരിക്കും, ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഡയറക്റ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഡയറക്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ എന്തുണ്ടായിരിക്കും, ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ, സ്വഭാവങ്ങൾ, അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്. 1. ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ. പ്രവൃത്തികൾക്ക് തുടക്കമിടുന്നത് ഡയറക്റ്റിംഗ് എന്നാണ് പറയുന്നത്. വൈൽ അതർ ഫങ്ഷൻസ് പ്രിപ്പയർ എ സെറ്റിംഗ് ഫോർ ആക്ഷൻ, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് സ്റ്റാഫിംഗ് ആർ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ആൻഡ് ഡയറക്റ്റിംഗ് ഓൺവേർഡ്സ് ആക്ച്വൽ വർക്ക് ഇനീഷ്യേറ്റ്സ്. ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം എന്താണോ അത് തുടങ്ങുന്നത് ഡയറക്റ്റിംഗിലൂടെയാണ്. മറ്റെല്ലാതും അതിനു വേണ്ടിയുള്ള ഒരു സെറ്റിങ്ങുകൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോ ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഒരു സുപ്രധാന മാനേജീരിയൽ ധർമ്മമായ നിർദ്ദേശിക്കൽ, ആസൂത്രണം, സംഘാടനം, സ്റ്റാഫിംഗ്, നിയന്ത്രിക്കൽ എന്നിവയോടൊപ്പമാണ് മാനേജർ നിർവഹിക്കുന്നത്. മറ്റു പ്രവർത്തനത്തിനുള്ള ഈ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ് ഇതെല്ലാം മറ്റു പ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ
നിർദ്ദേശിക്കൽ അഥവാ ഡയറക്റ്റിംഗ് സ്ഥാപനത്തിലെ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും പ്രിപ്പറേറ്ററി ആണ്, ഡയറക്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങി വയ്ക്കുന്നത് എന്നാണ് മലയാളത്തിൽ അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ. നോക്കൂ, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നു, ഡയറക്റ്റിംഗ് ടേക്ക് പ്ലേസ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ നോക്കിക്കോ, ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിൽ മാത്രമല്ല, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ലെവൽസ്? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ ആരൊക്കെയായിരിക്കും? ഏറ്റവും ടോപ്പ് ഒഫീഷ്യൽ, CEO അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ടോപ്പ് ലെവലിലെങ്കിൽ, മിഡിൽ ലെവലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണുള്ളതെങ്കിൽ, ലോവർ ലെവലിൽ സൂപ്പർവൈസറി മാനേജേഴ്സ് ആണുള്ളതെങ്കിൽ, ഈ ലോവർ ലെവലിലായിരിക്കും ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്, ആക്ച്വൽ വർക്ക് നടക്കുന്നുണ്ടായിരിക്കുക എങ്കിൽ കൂടി ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ലോവർ ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വിച്ച് ഇൻവോൾവ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ എല്ലാ ലെവൽസിലും എന്തുണ്ടായിരിക്കും? ഈ ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. കാരണം ഈ ഡയറക്റ്റിംഗ് ഡൗൺവേർഡ് ആണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ താഴത്തേക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിലെ പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഡയറക്റ്റിംഗ് ടേക്ക് പ്ലേസ് അറ്റ് എവറി ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. നോക്കൂ, എവറി മാനേജർ ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസർ പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ടേക്ക് പ്ലേസ് വേറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ എക്സിസ്റ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവിടെ എവറി മാനേജർ, എല്ലാ മാനേജേഴ്സും ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസർ, അവിടെ ടോപ്പ് എക്സിക്യൂട്ടീവ് മുതൽ ലോവർ ലെവലിലുള്ള സൂപ്പർവൈസറി ലെവൽ വരെ പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ്. ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ, നിർദ്ദേശിക്കൽ ഫംഗ്ഷൻ നടപ്പിൽ വരുത്തുന്നു എന്നാണ് പറയുന്നത്. ദ ഡയറക്റ്റിംഗ് ടേക്ക് പ്ലേസ് വേറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. എവിടെയെല്ലാം സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ടോ അവിടെ എല്ലാം എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റിംഗിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ആദ്യം പറഞ്ഞു ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ, രണ്ടാമത് പറയുന്നു ഡയറക്റ്റിംഗ് ടേക്ക് പ്ലേസ് അറ്റ് എവറി ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, വിച്ച് ഈസ് കോൾഡ്, നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ഇറ്റ് ഈസ് പെർവാസീവ് എന്നുള്ള ആ പോയിന്റ് വെച്ചിട്ട് പറയാം. ഡയറക്റ്റിംഗ് ഈസ് എ പെർവാസീവ് ഫംഗ്ഷൻ. എല്ലാ ലെവലിലും വരുന്നതുകൊണ്ട് അതിന് പെർവാസീവ് ആണ്, സർവ്വവ്യാപിയാണ് എന്ന് കൂടി പറയാം. പിന്നെ ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി അന്ന് മാത്രം നിർദ്ദേശം കൊടുത്താൽ മതിയോ? അല്ല, ഓരോ ദിവസവും ഓരോ സമയത്തും ആവശ്യമുള്ളപ്പോൾ സബോർഡിനേറ്റ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. So it is a continuous process. Directing is a continuous activity. It takes place throughout the life of the organization, irrespective of people occupying managerial position. അവിടെ ഏത് മാനേജർ അല്ലെങ്കിൽ അവർ ഏത് ലെവലാണോ, ഇതൊന്നും അവിടെ എന്തല്ല, ഒരു ഘടകമേ അല്ല. ആ സ്ഥാപനത്തിന്റെ എൻറ്റയർ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ മൊമെന്റിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ പോയി നോക്കൂ, ഈ പറയുന്ന ഓരോ ജോലിക്കാരനും വേണ്ട സമയത്ത് അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, എങ്കിലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ സപ്ലയറോട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരും വന്നാൽ കൃത്യമായിട്ട് ചെയ്യണട്ടോ എന്ന് റിട്ടേൺ നിർദ്ദേശം കൊടുത്താൽ അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഓരോ സമയവും അവരുടെ ഫോളോ അപ്പ് എടുക്കണം, അവരത് ചെയ്യുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഞാൻ അതും പറഞ്ഞതാണ്, ഡയറക്റ്റിംഗ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഡയറക്റ്റിംഗ് എവിടെ നിന്ന് തുടങ്ങി എവിടേക്ക് എത്തുന്നതാണ്? ടോപ്പ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കുള്ള ഒരു ഫ്ലോ ആണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. Directing is first initiated at top level and flow to the bottom through organizational hierarchy. ആ ഹൈറാർക്കി അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ്, ആ ചെയിൻ ഓഫ് കമാൻഡിലെ ടോപ്പിൽ നിന്ന് ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടാണ് ഇന്ന് ഡയറക്റ്റിങ്ങിന്റെ ഒഴുക്ക്. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ താഴേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. It means that directing, ഒന്നുകൂടി പറയുന്നു, directing is first initiated at top level and flow to the bottom through organizational hierarchy. It means that every manager can direct his immediate subordinate and take instruction from his immediate boss. അപ്പോൾ നോക്കൂ, every manager can direct his immediate subordinate. ഓരോ മാനേജറും അയാളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിനെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു, അവരെ നിർദ്ദേശത്തിലൂടെ അവരുടെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. take instruction from his immediate boss. ഓരോ മാനേജറും അവരുടെ ഇമ്മീഡിയറ്റ് ബോസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിർദ്ദേശം
സ്വീകരിക്കുന്നു, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിന് കൈമാറുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ഡയറക്റ്റിംഗ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്കാണ് നിർദ്ദേശങ്ങളുടെ പ്രവാഹം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു എന്ന് വെച്ചാൽ നിർദ്ദേശിക്കൽ തുടക്കത്തിൽ മുകൾ തലത്തിൽ രൂപം കൊള്ളുകയും പിന്നീട് താഴെ തലങ്ങളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. മാനേജർ തന്റെ തൊട്ടു താഴെയുള്ള കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും കീഴ് ജീവനക്കാർ മാനേജറിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ മലയാളം അർത്ഥമാക്കുന്നത്. അപ്പൊ ഇനി അത്രയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം എന്ത് ചെയ്യണം, ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സിമ്പിളായിട്ട് ഒരു ആകെ ചെറിയൊരു ടോപ്പിക്കേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.